ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേ കുക്കിങ്ങോ അല്ലെങ്കിൽ കൃഷി സംബന്ധമായ വീഡിയോ ആയിട്ടൊന്നുമല്ല വന്നേക്കുന്നത്. എൻ്റെ കൺമുമ്പിൽ കണ്ടൊരു കാര്യം ഞാൻ നിങ്ങളെ കൂടി കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ചാനലിൻ്റെ നെയിം ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഓൾ ഇൻ വൺ എന്നായിരുന്നു, അത് മാറ്റി നിലാവും നക്ഷത്രവും എന്ന പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതും ആദ്യമായിട്ടൊന്ന് പറയുവാണേ. നമ്മുടെ കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഒരു സംസ്ഥാനമാണ് അല്ലേ നമ്മുടെ കേരളം. നമ്മളതിൽ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഈ കേരളത്തിൽ, നമ്മുടെ ഈ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഈ കേരളത്തിൽ എന്താ പറയുന്നത്, ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കാൻ പോവുകയാണ്. കണ്ടു കേട്ടോ, എന്താണെന്ന് ഞാൻ പറയുന്നില്ല, കണ്ടു ഫ്രണ്ട്സ്. പുനലൂർ പത്തനാപുരം റൂട്ടിലോടുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൻ്റെ ബോർഡ് ഒന്ന് വായിച്ച് നോക്കിക്കോണം കേട്ടോ. പുനലൂർ കഴിഞ്ഞ് പത്തനാപുരത്തിന് കഴിഞ്ഞ് എഴുതിയേക്കുന്ന ആ അക്ഷരം ഏതാണെന്ന്. ഞാൻ പഠിച്ച ലിപികളിലൊന്നും എന്തായാലും ഇങ്ങനൊരു അക്ഷരമില്ല. തായാണോ അല്ല, ഇത്തായാണോ അല്ല, ഇന്തായാണോ അല്ല, പിന്നെ അത് ഏതാണ് ആ അക്ഷരം? എന്തായാലും നിങ്ങൾക്കറിയാവുന്ന അക്ഷരമാണ് ഇതെങ്കിൽ ഈ കമൻസിലൂടെ ഒന്ന് വന്നേക്കണം കേട്ടോ. നമുക്കറിയണമല്ലോ ഈ അക്ഷരം ഏതാണെന്നുള്ളത്. ഇത് ഒരു തവണയല്ല, ഒത്തിരി ബോർഡിൽ പല തവണയായിട്ട് കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ അക്ഷരത്തെറ്റുകൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനത് എല്ലാവരുടെ മുമ്പിലോട്ട് ഇത് എത്തിച്ചേക്കുവാണ്. നിങ്ങൾ തന്നെ പറയൂ ഇതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഇത് കണ്ടിട്ട് നിങ്ങൾക്കിപ്പോൾ എന്തുവാ തോന്നുന്നേ? ഇതിപ്പോൾ ഒരു തവണയല്ല, ഒത്തിരി തവണ കണ്ടിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ അന്നൊന്നും ഇത് ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് കണ്ട് ചിരിച്ചിട്ടേ ഉള്ളൂ. ഇതിപ്പം കണ്ടപ്പം അതിങ്ങനെ എല്ലാവരിലും ഒന്ന് എത്തിക്കണമെന്ന് തോന്നി. വേറൊന്നിനുമല്ല, ഇതിനി ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ. നമുക്കിതിൻ്റെ നാണക്കേടല്ലേ നമ്മുടെ സർക്കാരിൻ്റെ വണ്ടിയിൽ ഇങ്ങനെയൊക്കെ ഒരു ബോർഡും വെച്ച് പോവാന്നൊക്കെ പറഞ്ഞാൽ. ഇതിപ്പം വലിയൊരു തട പ്രശ്നമേ ഉള്ളൂ, പക്ഷേ അതിന് വലിയ തെറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറണം. അതിനാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻസിലോട്ട് കൂടെ വരണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇനി കാണാം.